ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈത്തപ്പഴം പോള അല്ലെങ്കിൽ ഡേറ്റ്സ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായപലഹാരമാണിത്. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമുക്കൊരു 1 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പോളം പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വരുന്നതേ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴത്തിലുള്ള പാലൊക്കെ നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈത്തപ്പഴ കൊംസ് തയ്യാറാക്കേണ്ട മറ്റുള്ള പ്രൊസീജിയർ ആരംഭിക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് 7 മുട്ട ചേർത്ത് കൊടുക്കാം. 6 7 മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഇത് നമുക്കൊന്ന് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിതൊരു 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു നുള്ള് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ആഡ് ചെയ്യാം. വീണ്ടും ഇത് നമുക്കൊന്ന് നല്ല ഫ്ലഫിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 6 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മുട്ട നല്ല ക്രീമിയായി വരണം. അതുവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബീറ്ററിന്റെ മാർക്ക് നമ്മുടെ മുട്ടയിൽ നല്ലവണ്ണം തെളിഞ്ഞു വരണം. അതാണ് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 6 മുട്ടയാണെങ്കിൽ 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 7 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പും 1.5 ടേബിൾ സ്പൂൺ കൂടി മൈദയും ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് നല്ലവണ്ണം നമ്മുടെ മുട്ടയുമായി യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കേക്കിന്റെ ബാറ്റർ ഇനി നമുക്കിത് സോസ് പാനിലാണ് ചുട്ടെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ സോസ് പാനാണ് ഉപയോഗിക്കുന്നത്. സോസ് പാനിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തൊന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു വശം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. മറുവശവും നമുക്ക് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 6 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 6 മിനിറ്റിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഡേറ്റ്സ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.